രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അതെ, ദൂതന്മാരോട് നീ കാണിച്ച ക്രൂരതയ്ക്കുള്ള മറുപടിക്കായി ഞങ്ങളുടെ ഉള്ളം കൈ തരിക്കുകയാണ്. കമാൻഡർ, അദ്ദേഹം മരിച്ചു കിടക്കുന്നു. രംഗം 2. അശോകന്റെ കലിംഗ യുദ്ധം. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കലിംഗ സാമ്രാജ്യം അതിസമ്പന്നമാണ്. അതെ മന്ത്രിയാരെ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അതെ കുമാര, കലിംഗ അതിസമ്പന്നമാണ്. സമുദ്ര വ്യാപാരത്തിലും കേൾവിപ്പെട്ടത്. അതെ കുമാര, കലിംഗയെ കൂടി നമ്മോട് ചേർക്കണം. അങ്ങയുടെ മുത്തച്ഛൻ ചന്ദ്രഗുപ്ത മൗര്യൻ കലിംഗയെ ആഗ്രഹിച്ചിരുന്നു. അതെ, ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മോട് കീഴ്പ്പെടാൻ കലിംഗയിലേക്ക് ദൂതൻ വഴി ഓല പോകട്ടെ. യുദ്ധത്തിന്റെ കൊടുമ്പിരി, ലക്ഷക്കണക്കിനായി കാലാൽ പടയുള്ള കലിംഗയോട് അശോകന്റെ പട കലിംഗ കലാപഭൂമിയായി. കണ്ണീരുണങ്ങാത്ത കലിംഗ പെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ആഗ്രഹിച്ച കലിംഗ ഇതല്ല. ഇത് തുണിയൊരുക്കപ്പെട്ട കലിംഗ. താരാട്ടുപാട്ട്, കരിഞ്ഞുണങ്ങിയ കലിംഗ. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അമ്മേ, മാപ്പ്. ചെയ്തു പോയ പാതകങ്ങൾക്ക് പരിഹാരമാവില്ലെങ്കിലും ഞാൻ എന്റെ ഉടമ ഇവിടെ ഉപേക്ഷിക്കുന്നു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ ഹസ്തിനപുരം, മഴ പെയ്യാതെ വരണ്ട പാടങ്ങൾ, വാണിഭം കുറഞ്ഞ കമ്പോളം, ഒഴിഞ്ഞ ഗോശാലകൾ, ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനവാസത്തിന് രംഗം 3. ജ്യേഷ്ഠ, വല്യച്ഛനും ഗാന്ധാരി വല്യമ്മയ്ക്കുമൊപ്പം അമ്മ കൂടി കാട്ടിലേക്ക് പോകുന്നു. എന്ത്? പിന്നെന്തിന് നാം ഈ യുദ്ധം ചെയ്തു? വരൂ, അമ്മയോട് ചോദിക്കാം. അമ്മേ, രാജമാതാവായി കൊട്ടാരത്തിൽ കഴിയേണ്ട ഈ നേരത്തിൽ വനവാസമോ? അതേ ഭീമ, ഇപ്പോൾ ഇതാണ് അമ്മയുടെ തീരുമാനം. എന്ത് തീരുമാനം? ഞങ്ങൾ തളർന്നിരുന്നപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അമ്മയല്ലേ? എന്നിട്ടിപ്പോ വനവാസം മതിയായിരുന്നുവെങ്കിൽ പിന്നെന്തിന് യുദ്ധം ചെയ്തു? ലക്ഷക്കണക്കിന് ആളുകളുടെ ചോരപ്പൊഴി ഒഴുക്കാനോ, അതോ വിധവകളുടെ എണ്ണം കൂട്ടാനോ? നിർത്ത്. സ്വധർമ്മം കൊണ്ട് മക്കൾക്ക് തേജസ് ഉണ്ടാകാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. ഇനി ഭരണം നിങ്ങളുടെ ധർമ്മം, എന്റെ ധർമ്മം വനവാസം. മാറി നിൽക്കിൻ. ഹിറ്റ്ലറിന്റെ ഭരണം ശോചനീയം. അശോകൻ യുദ്ധം കൊണ്ടു തോറ്റു. കലിംഗയുണ്ടാക്കിയ മുറിവുകളടങ്ങാൻ സമാധാനം തേടി അലഞ്ഞു. ഘോര യുദ്ധം നടത്താൻ ഹസ്തിനപുരം ആർക്കും വേണ്ടാതായി. ആർക്കും നാടകം നിർത്താനാണ് നാടകം. ഒരു നാടകത്തിന്റെ പേരിൽ എന്ത് പറയാന്നാ? അതിവിടെ സമ്മതിക്കൂല. നേതാവേ, തൂക്കട്ടാരെ. ഒരു നാടകക്കാരൻ, ഓന്റെ ഒരു നാടകം, ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്നാ കേട്ടോ, ഓരോ യുദ്ധവും ഞങ്ങൾക്കൊരു രാഷ്ട്രീയമാണടാ. രാഷ്ട്രീയം തൂക്കണവന്. ഗാസയും പലസ്തീനും ഇസ്രായേലും ബാക്കി വെക്കുന്നത് പൊട്ടിയടന്ന കാലിച്ചരടുകളും കുഞ്ഞു വളപ്പൊട്ടികളും മാത്രം. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരു ജനത കാത്തിരിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ ഗാസയിൽ പുതിയ സൂര്യൻ ഉദിക്കുന്നതും നോക്കി. നന്ദി, നമസ്കാരം.